ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മെയ് ആണ്. ഇന്നുണ്ടല്ലോ ഒരു ജോലി ദിവസത്തെ ഈവനിംഗ് ആണ്. ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഈവനിങ് റുട്ടീനാണ്. ഞാൻ പിള്ളേരിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിലെത്തുന്ന ആ ഒരു സമയമാണ് നമുക്ക് ഈവനിങ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു സമയം. 3:45 ആകുമ്പം ചെറിയ ആളിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യും. നമ്മളൊരു 4 മണി അടുപ്പിച്ച് ഒരു 3:55 ആ സമയമാകുമ്പം വീട്ടിലെത്തും. അതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ മൂത്ത ആൾ സ്കൂൾ ബസ്സിന് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്താ പറയുക, എല്ലാവരും ഏകദേശം ആ ഒരു സമയത്ത് എത്തണ പോലെയാണ്. ഒരു 3:30ക്കും 4-നും ഉള്ളിൽ എല്ലാവരും വീട്ടിലെത്തും. അപ്പോൾ വന്ന് ഞാൻ എന്താ പറയുക, ജാക്കറ്റ് സ്വെറ്റർ ഊരിയിട്ടു. എന്നിട്ട് സ്കൂളിൽ നിന്നുള്ള 1-2 സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ കൈമുഖമൊക്കെ കഴുകി ഇവർക്ക് ഫുഡ് കൊടുത്തു. ചിക്കൻ കറിയും ചോറും ഒക്കെ ആയിരുന്നു. കുറച്ച് ഫ്രൂട്ടൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞ് സെറ്റിലായപ്പോഴത്തേന് ഞാനെന്താ നാളത്തേക്കുള്ള കുറച്ച് കറികളൊക്കെ കുക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിൽ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ചീരയുടെ ഇല മേടിച്ചു എന്നുള്ളത്. അത് ഞാൻ കഴുകി നന്നായിട്ട് വാർത്തി ഉണക്കി വെച്ച് വെക്കുന്നതാണ്. ഇനി അതിനെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. നമുക്ക് എന്തെങ്കിലും പാസ്തയിലോ വേറെ എന്തെങ്കിലുമൊക്കെ ഡിഷിലിടാൻ വേണ്ടി, ഫ്രൈഡ് റൈസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഈ ചീരയുടെ ഇല വെച്ച് ഫ്രൈഡ് റൈസ് മുട്ടയും ചിക്കി പൊരിച്ച് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കണം. അതവിടെ ഇരിക്കട്ടെ. ബാക്കി ചീര നമുക്ക് അരിയാം. അപ്പോൾ ഈ ചീര അരിയണ തൊട്ട് മുമ്പ് ഞാൻ നമ്മുടെ ഈ പായസത്തിലിടുന്ന പരിപ്പില്ലേ, അതാണ് കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടം. ഈ ചീരയും പരിപ്പും വയ്ക്കുമ്പോൾ ആ പായസപ്പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് പിടിച്ച് വരുമ്പോൾ അത് വെന്ത് റെഡി ആയിക്കോളും. പെട്ടെന്ന് വേവണതാണല്ലോ. ഇത്തിരി നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പനീറാണ് കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം വെച്ച് പനീർ വെക്കുന്നതെന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ സമയം എത്രയെന്ന് സെൽഫായിട്ട് ഒരു സാധനവും അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അതങ്ങ് നോക്കി നമുക്ക് ഒരു തീരുമാനത്തിലെത്താമെന്ന്. ഞാനപ്പോൾ ഇതിനെ കുറച്ച് അത്യാവശ്യം കനത്തിലാണ് കട്ട് ചെയ്തത്. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രം തിരുമ്മി വെച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ എത്ര നേരമാണ് ഫ്രൈ ചെയ്യുന്നതെന്നാണ് ആൾ ചോദിച്ചത്. ഞാൻ എയർ ഫ്രയർ കൺവീനിയൻസിന് വേണ്ടി മാത്രം മേടിച്ചേക്കുന്നതാണ്. അപ്പം ഞാനിതെല്ലാം നിരത്തി വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ ബട്ടറോ എന്താ പറയുക നെയ്യോ സാധനം എന്താ വെച്ചാൽ അതനുസരിച്ച് ഒഴിക്കും. ഇതിപ്പം ഞാൻ പനീറല്ലേ, പനീറിന് എപ്പോഴും ബട്ടറാണ് നല്ലത്. അപ്പം ഞാൻ ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഈ പനീറിൻ്റെ ഇതിനകത്തോട്ടിടും. അന്നേരം എന്താ പറയുക, വറുത്ത് എടുക്കണ ഒരു പരുവാണ്. ബട്ടറിൻ്റെ കഷ്ണം മെൽറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അതിനകത്തോട്ടൊരു കഷ്ണം അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഈ സാധനം 400 ഡിഗ്രി ഫാരൻഹൈറ്റിലോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സാണ് ആദ്യം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ. ഞാൻ ബട്ടർ ഇങ്ങനെ സമയമുള്ളപ്പോൾ ക്യൂബ്സ് ആക്കി ഇതിൻ്റെ ഒരു ട്രെയിൽ വെക്കും. അപ്പം നമുക്ക് വളരെ എളുപ്പമാണ് വർക്കുള്ള ദിവസങ്ങളിലൊക്കെ അത് കട്ട് ചെയ്യാനും കയ്യിലാക്കാനൊന്നും നിൽക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇത് നല്ല സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കഴിക്കാം. ഞാൻ എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ അവൻ കുഴപ്പമില്ല അമ്മ നന്നായി ഇച്ചിരി കൂടെ വെക്കാൻ പറഞ്ഞു. ഇത്തിരിയും കൂടെ വെച്ചപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ 10 മിനിറ്റ് വെച്ചപ്പോൾ അത് ഇത്തിരി വറന്നതുപോലെ വന്നു കേട്ടോ. ഒരു മൂത്തതുപോലെ വന്നു. എന്ന് വെച്ചത് മോശമായെന്നല്ല, ചിലർക്ക് അങ്ങനെ. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടം. പിള്ളേർക്ക് ഈ മീൻ വറുത്ത പോലെ കൊള്ളി വറുത്ത പോലെ ഇരിക്കണതുകൊണ്ട് പിന്നെ അവർ അങ്ങനെ കഴിച്ചോളും. എന്നാലും 15 മിനിറ്റ് ഒരു 7 മിനിറ്റ് വെച്ച് തിരിച്ചിട്ട് 7 മിനിറ്റും കൂടെ ആയാൽ അടിപൊളിയായിട്ടുണ്ടാവും. ഇനി അതവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടൊന്ന് മൊരിച്ചെടുത്തു. കറിവേപ്പില പച്ചമുളക് പരിപാടികളൊന്നും ഇടുന്നില്ല. കാരണം ഇത് എന്താ പറയുക, ഇനി അത് കടിച്ചിട്ട് ആകെ കഴിക്കുന്ന ഫുഡുകളിനെ ഒന്നും എന്താ പറയുക ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ലേശം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച് വന്നപ്പം ഞാൻ നമ്മൾ ഓൾറെഡി വെന്ത് വെച്ച പയറുണ്ടല്ലോ ആ പയറിട്ടു. പെട്ടെന്ന് മൂട്ടിൽ പിടിക്കും കേട്ടോ ഈ ചെറുപയർ പരിപ്പിൻ്റെ പയർ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഇലയും കൂടി ഇട്ടു. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും വെക്കണ സാധനമായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മൾ മറന്നു പോകില്ലേ ചില കറികൾ എക്സിസ്റ്റിംഗ് ആണ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരു സീസണിൽ ഒരു കറി ഉണ്ടാക്കി എന്നും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ ഐറ്റം മേടിക്കും. വീക്കിലി അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കറികളുടെ കാര്യമൊക്കെ മറന്നു. ഓണമൊക്കെ വരുമ്പോഴാണ് കാളൻ പിന്നെ നമ്മുടെ കൂട്ടുകറി അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ പോലും വരുന്നത്. എന്തായാലും അത് ഞാനപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ കറി മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ചീരയും പരിപ്പൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കിക്കോ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി. ഇനി ഒരു സ്റ്റീൽ പാത്രം എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ചേച്ചി സ്റ്റീൽ പാത്രം മൂട്ടിൽ പിടിക്കുമെന്ന്.
അങ്ങനെ നമ്മൾ ഈ പരിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും മൂട്ടിൽ പിടിക്കണ പോലെ. പക്ഷേ തീ കുറച്ചിട്ടുണ്ടാക്കിയാൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ മൂട്ടിൽ പിടിച്ച് കരിഞ്ഞ് അങ്ങനത്തെ പരിപാടികളൊന്നും വരില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കുമായിരിക്കും സാധനങ്ങളൊക്കെ. എന്തെങ്കിലും ഇട്ട് കരിഞ്ഞ് കണ്ടമാനം വൺസ് കരിഞ്ഞാൽ പിന്നെ പാത്രം എപ്പോഴും കരിയുമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴാണ് ഇടുന്നത്. ആ ഇലയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഉപ്പൊക്കെ ഇട്ടു. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മുടെ ഒരു കറി റെഡിയായി. അപ്പം ഞാൻ വീക്ക് ഡേയ്സിൽ, അതായത് ജോലി കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളുണ്ടല്ലോ, അപ്പം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര മെസ്സി അല്ലാത്ത കറികളാണ് ശ്രദ്ധിക്കുക. അതല്ലാത്ത ഇറച്ചി കറി, മീൻ കറി, മസാലക്കറി അതൊക്കെ വീക്കെൻഡിലേക്ക് മാറ്റി വയ്ക്കും. ദാ പരിപ്പും ചീരയായി. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പനീറും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ പരിപാടികൾ ഇത്രേ ഉള്ളൂ. ചോറ് ഓൾറെഡി ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ നനച്ച് കുറച്ച് കഴിയുമ്പോൾ നനച്ച് വയ്ക്കും. എനിക്കിന്ന് വീഡിയോ എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ തലേദിവസം നനച്ച് വയ്ക്കും. ഇതോടുകൂടി നമ്മുടെ കുക്കിംഗ് കലാപരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക് തുണിമടക്കം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒന്നെന്ന് പറയണത്, രാവിലെ ഒരു ലോഡ് തുണി അലക്കാനിടും. ഞാൻ പോകുന്നതിന് മുമ്പ് അത് അലക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 60 മിനിറ്റ്സൊക്കെ ആണ് അലക്കി വരാൻ വേണ്ടി എടുക്കുക. എന്നിട്ട് ഞാനത് ഡ്രയറിലോട്ടിടും. ഡ്രയറിലിടുമ്പോൾ അത് എഗെയിൻ ഒരു 60 മിനിറ്റ്സ് അവിടെ ഡ്രൈ ചെയ്ത് കിടന്നോളും. ഡ്രയറിൽ നിന്ന് ഡ്രൈ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ റിങ്കിളൊന്നും ഇല്ലാണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തുണികളാണ്. അപ്പോൾ കുറച്ച് റിങ്കിളായാലും കുഴപ്പമില്ല. ഞാൻ വൈകിട്ട് വന്നിട്ട് അത് ഡ്രയറിൽ നിന്ന് എടുത്തിട്ട് മടക്കി വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇതെന്ന് പോകുന്നത്. അപ്പം തിരക്കുള്ളവരാണ്, റുട്ടീനായിട്ട് ജോലിക്ക് പോകുന്നവർ, 9 to 5 ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു പാറ്റേൺ, അതായത് ഒന്നിൽ വൈകിട്ട് അലക്കി ഉണക്കി ഇടുക, എന്തെങ്കിലും ഒരു പാറ്റേൺ നമ്മൾ തുണി മുഷിഞ്ഞ തുണി ടാക്കിൾ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്താണ്ടല്ലോ ഭയങ്കരമായിട്ടും നമുക്ക് വ്യത്യാസം തോന്നും. നമ്മൾ കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുന്ന പോലെ. പിന്നെ ഇവിടെ ഇപ്പോഴും ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം ചെറുതായി തണുപ്പ് തുടങ്ങി കേട്ടോ. പക്ഷേ വോയിസ് ഓവർ കൊടുക്കണ ദിവസം, വീഡിയോ ചെയ്യുന്ന ദിവസം നല്ല ചൂട്, 32 ഡിഗ്രി അങ്ങനെയൊക്കെ ചൂടായിരുന്നു. അപ്പം നമ്മുടെ ചെടികളും അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ നമ്മൾ കണ്ണ് അടച്ചു തുറക്കുന്ന പോലെ തണുപ്പ് ഇങ്ങോട്ട് വരും. നമുക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഫോൾ സീസൺ കിട്ടുമോയെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നു കിട്ടുമായിരിക്കുന്ന. തണുപ്പ് ആവും. പിന്നെ അങ്ങനെ നവംബർ, ഡിസംബർ അങ്ങനെ തണുപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്താ പറയുക, കുറച്ച് അതും ഇതുമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പെറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു വർക്ക് ഫ്രണ്ട് ഇങ്ങനെ നമ്മുടെ മലയാളമൊന്നും അറിയത്തില്ലെങ്കിലും ഇടയ്ക്ക് പുള്ളിക്കാരത്തെ വീഡിയോയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യോ അങ്ങനെ പടങ്ങൾ എന്തെങ്കിലും കാണുമ്പം ചോദിക്കും കേട്ടോ, എന്തായിരുന്നു ആ വീഡിയോയിൽ കണ്ടതെന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ തക്കാളിയൊക്കെ ഉണ്ട് വെറുതെ പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവൾക്ക് ഓർഗാനിക് അല്ലേ, നല്ലതായിരിക്കും, അവർക്ക് സൂപ്പും അവരെന്താ വെച്ചാൽ എന്താ പറയുക ഇതൊക്കെ ആക്കി വയ്ക്കും, സോസൊക്കെ ആയിട്ടാക്കി വയ്ക്കും, മറ്റേ പാസ്തയ്ക്കൊക്കെ ഉള്ള. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെന്തായാലും ചുമ്മാ ഇതിങ്ങനെ ഇരിക്കുകയല്ലേ, എന്നാൽ ഉപകാരമുള്ള ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇപ്പോൾ ഈ സമയത്ത് പിള്ളേരും താഴെ പുറത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഉള്ള സമയം മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളതല്ലേ. പുറത്തു കൂടെ ഒക്കെ നടന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മറ്റേ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇനിയിപ്പോൾ ആരും ഒന്നും കഴിക്കാൻ സാധ്യതയില്ല. കാരണം ഇതിൻ്റെ തൊട്ട് നമ്മൾ ഇവർ വന്നിട്ട് ചിക്കൻ കറിയും ചോറും അങ്ങനെയൊക്കെ വെച്ചല്ലോ. ഞാനും തോമസും ഓൾറെഡി നമ്മുടെയും കഴിപ്പം കഴിഞ്ഞു. നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. നേരത്തെ കഴിക്കുന്ന, അതായത് എങ്ങനെയായാലും എല്ലാവരെയും തല്ലിക്കൂട്ടി ഒരു 7 മണിയോടുകൂടി എങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മമാർക്കാണ്. കാരണം ഈ അടുക്കളയുടെ ക്ലീനിങ്ങും അല്ലെ പാത്രം കഴുകും അതൊക്കെ അവസാനം 9 മണി വരെ കഴിച്ചുകൊണ്ടിരുന്നാലും തീരാത്തൊരവസ്ഥ പോലെ നമുക്ക് വരില്ലേ. അപ്പോൾ തോമസ് ഈ പിള്ളേരിനെ കൊണ്ട് കുറേ പരിപാടിക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഒരു മൂലയ്ക്കിരുന്ന് ഇതൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് ചിരിച്ച്, എന്നിട്ട് തോമസിന് അവിടെ നിന്ന് കറങ്ങി ഡിബേറ്റ് കേട്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് തല ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നു. അപ്പം ഞാൻ കാലൊക്കെ നീട്ടി നോക്കിയപ്പോൾ നല്ല വേദന. എന്നിട്ട് പതുക്കെ നൈസായിട്ട് ശരിക്കും ഈ ഈവനിങ് ടൈമിൽ നമുക്ക് ചില ദിവസങ്ങളാണ്, എല്ലാ ദിവസങ്ങളിലും നമുക്കിങ്ങനെ സിറ്റ് ഡൗൺ ചെയ്ത് ക്യാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഈ പിള്ളേർ ഏത് ആക്ടിവിറ്റിയിലാണ് അവർ, ഒരാൾ സ്വിമ്മിങ്ങിലും ഒരാൾ തായ്ക്കൊണ്ടോ, അങ്ങനെ പലരും പല സാധനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ആരാണ് കൊണ്ടുപോകുന്നതൊക്കെ അനുസരിച്ച് നമുക്ക് ഈ കുത്തിയിരുന്ന് ആസ്വദിക്കാനുള്ള സമയം നഷ്ടപ്പെടും.
നമ്മളങ്ങനെ എന്താ പറയുക, ടി വി പ്രോഗ്രാമുകളിൽ ഭയങ്കരമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ ഉണ്ട്. കാണുകയാണെങ്കിൽ തന്നെ ഒരു ഫുൾ സിനിമയൊന്നും, എനിക്കൊരു സിനിമ കാണാൻ തുടങ്ങിയത് ഫുൾ തീർക്കണം. പക്ഷേ കണ്ട് തുടങ്ങാൻ ഭയങ്കര മടിയാണ്. തോമസിന് ഒരു സിനിമ കണ്ടാൽ 3 മിനിറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞു, അത്രേ. പിന്നെ അതിനെക്കുറിച്ച് അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ വൈകിട്ട് ടി വി വെച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ വെച്ചിട്ട് അതിനേക്കാളും കൂടുതൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് സമയം എല്ലാവരും പിള്ളേരും കൂടി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്ന് വെച്ച് ഞാനിപ്പോൾ ഈ ഒരു ദിവസം കാണിക്കുന്നതെന്ന് വെച്ച് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല. ചില ദിവസം നമ്മൾ ഭയങ്കര സ്ട്രെസ് കൊണ്ടായിരിക്കും വർക്കിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ വർക്കിൽ നിന്ന് സ്ട്രെസ് കൊണ്ടുവരുന്നതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഉപദേശം എന്ന് പറയില്ല, എന്താ പറയുക, മോട്ടിവേഷൻ നോക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് അവിടെ ലീവ് ചെയ്തിട്ട് വന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആകുമ്പം അങ്ങനെ ഇമോഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് എഫർട്ട് വേണം. എഫർട്ട് വേണം തന്നെ. ഇപ്പം ജോലിയുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ അതവിടെ വെച്ചിട്ട് വരാമെന്നൊക്കെ ചുമ്മാ ഒരു മോട്ടിവേഷന് പറയാവുന്നേ ഉള്ളൂ. നമ്മളത് അഫക്റ്റ് ചെയ്യും. നമുക്ക് സ്ട്രെസ്, എന്താ പറയുക, ബോഡി പെയിൻ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ദിവസം നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മാറും. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്തൊന്നും വരില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കഴിഞ്ഞ് എല്ലാവരും പതുക്കെ വൈൻഡപ്പ് ചെയ്ത് കിടക്കാറൊക്കെ ആയി. ഞാനിപ്പോഴാണ് കേട്ടോ മേക്കപ്പൊക്കെ എടുക്കണത്. അപ്പോൾ തോമസ് എപ്പോഴും ഞാൻ മേക്കപ്പ് ഇനി തനി സ്വരൂപം ഇപ്പോൾ പുറത്ത് വരുന്നത്. അപ്പം ഞാൻ കണ്ണിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനുണ്ടല്ലോ ഗാർണിയറിൻ്റെ ആ ഒരു മൈസെല്ല വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടിപ്പം വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ടാണ്. പക്ഷേ അത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് അമർത്തി ഒപ്പിയാൽ മതി, തിരുമ്മി എടുക്കണ്ട. ഇതൊക്കെ ഇങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഡബിൾ ക്ലെൻസിങ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, എനിക്കൊന്ന് സെറ്റാഫിലിൻ്റെ സെറാവയുടെ, എനിക്ക് ഓർമ്മയില്ല ഇപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നതെന്ന്. ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ട്, അത് നല്ല ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷാണ്, ലൈറ്റാണ്, ഭയങ്കര പതഞ്ഞ്, അതായത് നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റിയ, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ പറ്റിയ ഒരു ഫേസ് വാഷാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് അല്ലെങ്കിൽ ഒന്നിൽ സെറ്റഫിൽ അല്ല സെറാവേ, ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സെറാവേ എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറുള്ള അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഡേർട്ടൊക്കെ നന്നായിട്ടങ്ങ് പൊയ്ക്കോളും നമ്മുടെ ഫേസിൽ നിന്ന്. ഇനി ഞാൻ പതുക്കെ ഒരു ടവൽ വെച്ചിട്ടൊക്കെ ഒന്ന് ഒപ്പിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് സ്കിന്നിൽ കുറച്ചൊരു കെയർ കൊടുക്കാമെന്ന്. നമ്മൾ വീക്കെൻഡിലേക്ക് നോക്കിയിരുന്നാൽ ചിലപ്പോൾ വീക്കെൻഡ് ബിസിയാവും. പിന്നെ ഇന്നിപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സെഫോറയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു AHA പീലിംഗ് മാസ്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാളായി ഞാൻ മേടിച്ചിട്ട്. അതിൻ്റെ ലേശം എടുത്തിട്ട് മുഖത്തൊന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഈവനായിട്ട് അപ്ലൈ ചെയ്താൽ കളറൊന്നും ഇല്ലാതിങ്ങനെ നമുക്ക് മുഖത്ത് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. 20 മിനിറ്റാണ് അവർ പറഞ്ഞേക്കുന്നത്. ശരിക്കും ഞാൻ അവർ ആ പറഞ്ഞ സമയം തന്നെ എടുത്തുള്ളൂ. സ്ഥിരമായിട്ട് വീക്കിലി യൂസ് ചെയ്യുമ്പോഴത്തേന് ശരിക്കും മുഖത്ത് കുറച്ചും കൂടെ ഒരു ഗ്ലോ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് പ്രയോറിറ്റീസ് ചിലപ്പം മാറുന്ന പോലെ തോന്നുമല്ലോ. ചിലപ്പം നമുക്ക് എക്സസൈസോ അല്ലെങ്കിൽ സ്കിൻ കെയറോ ഒക്കെ നമ്മുടെ പ്രയോറിറ്റിയിൽ നിന്ന് വിട്ടുപോകും. അങ്ങനത്തെ കുറച്ച് സമയങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഇത് ഉപയോഗം ഉണ്ടായില്ല. ഇനി ഞാൻ ഈ ഒരു കോസ്കോന്ന് മേടിച്ച നട്രസോ, അതിൻ്റെ ബ്രസീലിയൻ ബോഡി ബട്ടർ, നല്ലൊരു മണമുണ്ട്. പക്ഷേ ചിലർക്ക് എൻ്റെ മണം ഇഷ്ടപ്പെടില്ലായിരിക്കും. ഞാൻ ഇനി മേടിക്കില്ല. ഇത് ഞാൻ ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഫേസിൽ ഇപ്പോൾ കുറേ നാളായിട്ട് വിസിബിളി ഡിഫറൻസ് എലിസബത്ത് ആർട്ടിൻ്റെ ആ ഒരു ക്രീമാണ് കേട്ടോ. കുളിയും സ്കിൻ കെയറും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കിടക്കാറായി. എല്ലാവരും പതുക്കെ കിടന്നു തുടങ്ങി. അപ്പം ഞാനിനി അടുക്കള ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കും കേട്ടോ. ഇത് എന്താ പറയുക, അങ്ങനെ ഭയങ്കര ഡേർട്ടി ജോബൊന്നും അല്ല. ഓൾമോസ്റ്റ് തോമസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താഴെ വാക്യൂമൊക്കെ ചെയ്തു, മേളിലുള്ള പൊടികളും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ എനിക്കിങ്ങനെ ഒന്ന് തുടച്ച്, ഇനി എൻ്റെ കൈ അവിടെ എത്തിയില്ലെങ്കിൽ അവിടുത്തെ അഴുക്ക് എന്തെങ്കിലും അവിടെ കിടക്കുമോ എന്നുള്ള അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് സ്പ്രേ ഒക്കെ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പം ഇത് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. കാരണം നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചല്ലേ. പക്ഷേ വലിയ കതവ് തുറന്നിട്ടുണ്ട്, ഭയങ്കര അങ്ങനെ മണം പ്രശ്നമൊന്നുമില്ല. എന്നാലും വെറുതെ നമുക്ക് ഇതങ്ങ് കെടുത്തിയിട്ടാണ് ഞാൻ പോവുക. അപ്പം നാളെ രാവിലെ വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സെൻറ്റ് ഉണ്ടാവുമല്ലോ. കുറച്ച് നേരം മാത്രം, ഒരിക്കലും കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ പോവില്ല കേട്ടോ. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, തീ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട്.
സിങ്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആവശ്യത്തിന് പാത്രങ്ങളുണ്ടാവും വൈകുന്നേരം കഴുകാനായിട്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന പാത്രങ്ങളുണ്ടാവും, പിള്ളേർ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അങ്ങനത്തെ എല്ലാം കഴുകി റെഡിയാക്കി ഓൾറെഡി ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഡിഷ് വാഷർ കഴുകാനിടാം. ഞാനിങ്ങനെ എന്താ പറയുക, ഫിനിഷിൻ്റെ ഒരു ഡിഷ് സോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു. ഇനി നിറയെ ലോഡുണ്ടെങ്കിൽ ഞാൻ ഹൈ ലോഡിലിട്ട് വയ്ക്കും. ഞാനിത് കുറേ പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു. ഒരു നമ്മൾ നന്നായിട്ട് ഉണങ്ങി വരാൻ നല്ല ക്രമമായിട്ട് അടുക്കി വെക്കണം കേട്ടോ. ഇതിനകത്ത് മാത്രമല്ല ജെറ്റ് സ്പ്രേ, ഡ്രൈ സ്പ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും, അത് നമുക്ക് മേടിക്കാൻ കിട്ടും, ജെറ്റ് ഡ്രൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഫിനിഷിൻ്റെ ജെറ്റ് ഡ്രൈയും അത് ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഉണങ്ങി രാവിലെ പാത്രങ്ങൾ റെഡിയാവും. അപ്പോൾ ഗാർബേജൊക്കെ ഞാൻ കൂട്ടിക്കെട്ടി അവിടെ കൊച്ചുങ്ങൾ നിൽക്കേണ്ടാന്ന് അവിടെ കൊണ്ട് കളയാൻ വേണ്ടി കൊടുത്തു. ഒരു ലേശം എസൻഷ്യൽ ഓയിലൊക്കെ സ്പ്രേ ചെയ്തു. അപ്പോൾ നാളെ നമ്മൾ വരുമ്പം നല്ല രസമായിരിക്കും. ഇനി നമുക്ക് നാളത്തേക്കുള്ള ചെറിയ പ്രിപ്പറേഷനിൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്, പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചു. പിന്നെ നമ്മൾ രാവിലെ കാപ്പിക്കും തിളച്ച വെള്ളത്തിനൊക്കെ ഉള്ള വെള്ളം ഞാൻ എടുത്ത് വെക്കുകയാണ്. ഞാൻ ഈ ഫിൽറ്റേർഡ് വാട്ടറാണ് കേട്ടോ ഇപ്പം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു കെറ്റിലിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കെറ്റിലിൽ ഇങ്ങനെ കളറ് സ്റ്റെയിൻ വരാതിരിക്കും എന്ത് ചെയ്യുന്നു. 2 വഴികളുണ്ട് കേട്ടോ. ഒന്ന്, ഇങ്ങനെ എന്താ പറയുക, ഈ കാൽസ്യം അടിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് വരുന്നതല്ലേ, ആ ഒരു വെളുത്തിട്ടുള്ളൊരു പാട, അതിന് കുറച്ച് വിനാഗിരി ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം ഇതിങ്ങനെ ഈ ഡീസ്കെയിലിംഗ് വരും. എന്നിട്ട് അത് കളഞ്ഞതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി 2-3 പ്രാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ തിളപ്പിച്ചാൽ നല്ല വൃത്തിയാവും. അതല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ യൂസ് ചെയ്യുക തിളപ്പിക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. നാളെ രാവിലെ വന്ന് ഓൺ ചെയ്താൽ മതിയല്ലോ. പിന്നെ മേളിൽ വന്നു നമുക്ക് കിടക്കാനുള്ള സമയമായി. അപ്പം ഞാൻ നാളെ ഇടാനുള്ള ഡ്രസ്സൊന്നും എടുത്ത് വെച്ചു. ഞാനൊരു എന്താ പറയുക, ബ്ലൂ ഒത്തിരി കാലമായിട്ടോ, ഇത് സ്കൈ ബ്ലൂ കളറുള്ളൊരു ടോപ്പും പിന്നെ ഇതൊരു ചാര കളറുള്ള ഒരു പാൻറ്റാണ്. പിന്നെ ഒരു ഇത്തിരിയും കൂടെ ഡാർക്കറായിട്ടുള്ള, സ്കൈ ബ്ലൂ അല്ല പക്ഷെ ഇത്തിരിയും കൂടെ ഡാർക്കറായിട്ടുള്ളൊരു ബ്ലൂവിൻ്റെ ഒരു ബ്ലേസറുണ്ട്. അപ്പം ഞാനത് ഇതുവരെ ഇങ്ങനെ ഞാൻ പെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുക ഇത് പെയർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും. ഞാൻ ഒരിക്കലും പെയർ ചെയ്യാത്ത ഔട്ട്ഫിറ്റൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കൂ കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ക്യാബിയുടെ ഒരു ഫാഷൻ ഷോയ്ക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സ്റ്റൈലൊക്കെ ചെയ്ത് കാണിച്ചു തന്നു കേട്ടോ ഓരോ സാധനങ്ങൾ. പിന്നെ അവർ അവിടെ എൻ്റെ ഒരു സ്കിൻ കളർ ഡിഫറെൻ്റ് ആയിരുന്നു, ആ ഗ്രൂപ്പിലൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എങ്ങനെ എൻ്റെ ഇതിൽ സ്യൂട്ടാവും, എങ്ങനെ കളർ കോമ്പിനേഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഷോ ആയിരുന്നു. ജസ്റ്റ് ഒരു ബാക്ക് യാർഡ് ഫാഷൻ ഇവൻ്റ് എന്ന് വേണേൽ പറയാം. പക്ഷേ എന്താ പറയുക, ക്യാബി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് വലിഞ്ഞു, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അപ്പം ഞാൻ അതുകൊണ്ട് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ഭയങ്കര മിക്സ് ആൻഡ് മാച്ച് ആൻഡ് കോമ്പിനേഷൻ നോക്കലാണ് കേട്ടോ, എങ്ങനെ എന്തൊക്കെ മാച്ച് ചെയ്യുമെന്ന്. അപ്പം നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചൊക്കെ വെച്ചു. ഇനി നമുക്ക് പതുക്കെ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തോമസ് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് തോമസിൻ്റെതായ കുറച്ച് കാര്യങ്ങളും നാളത്തേക്കുള്ള പ്രിപ്പറേഷനൊന്നും തോമസ് ചെയ്യാറില്ല. അതിപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഉള്ളൂ. എനിക്ക് ഇതൊക്കെ ചെയ്ത് കിടന്നാലേ ഒരു സമാധാനമുള്ളൂ. തോമസ് പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ എന്നെക്കാട്ടിലും നീറ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ പേഴ്സണാലിറ്റികളല്ലേ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിലും ഇപ്പം നമ്മളെന്താ പറയുക, അങ്ങനെ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പം ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇതുപോലെ ചെയ്താൽ എനിക്കൊക്കത്തില്ല, ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആണെന്നൊക്കെ. അപ്പം ഓരോരുത്തർക്കും അവരുടേതായ രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ചില കമൻറ്റ് കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഒരു പ്രിക്കിങ് പോലെ തോന്നും കേട്ടോ. കോമൺ സെൻസ് ആണല്ലോ. നമ്മളൊരു വീഡിയോ കാണുന്നു, നമുക്കത് ഇഷ്ടമാവുന്നില്ല, അവരെ ഇഷ്ടമാവുന്നില്ല, അവരുടെ സ്റ്റൈൽ ഇഷ്ടമാവുന്നില്ല, നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കാണാണ്ടിരുന്നാൽ മതി. ഞാൻ എന്തായാലും വേറെ എന്താ പറയുക, നമുക്ക് മാറി വേറൊരു ടൈപ്പായിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ചോദിച്ചിരുന്ന കുറച്ച് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പതുക്കെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെന്നെങ്കിൽ
തീർച്ചയായിട്ടും മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ മെയിൻലി ഒരു റുട്ടീൻ വീഡിയോസ്, ക്ലീനിങ് വീഡിയോസ്, ചിലപ്പം നല്ല മൂഡുള്ളപ്പം കുറച്ച് മോട്ടിവേഷണൽ സിറ്റ് ഡൗൺ വീഡിയോസ്, ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ ഞാനൊരു എഡിറ്റഡ് വേർഷൻ ഓഫ് എൻ്റെ ലൈഫാണ് ഇടുന്നത്. ഒരിക്കലും ഒരു മോർ ദാൻ 10% ഓഫ് മൈ ലൈഫ് നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു ഫാമിലി വ്ളോഗ് സ്റ്റൈലൊന്നും അല്ല. കുറച്ചും കൂടെ റുട്ടീൻസൊക്കെ കാണിക്കാനാണ്. പക്ഷെ കാണിക്കുമ്പം റിയലിസ്റ്റിക്കലി നമ്മൾ ആ ദിവസം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സീസൺ ഓഫ് ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും തിരിച്ചു വരണം, കാണണം. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ട് കിടക്കണം മുമ്പ് കുറച്ച് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിത്തിരി നേരം വായിച്ച് പതുക്കെ നമ്മൾ ഈ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.